25ാമത് പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള ആദ്യത്തെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് യോഗമാണ് CPI ഓഫീസിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 3 അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൃത്യമായ അതൃപ്തി തന്നെയാണ് ഈ നേതാക്കൾ ഈ യോഗത്തിൽ വ്യക്തമാക്കിയത്. യോഗത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ സന്തോഷ് കുമാർ MPയുടെ അടക്കം പ്രതികരണം നമ്മൾ കണ്ടതാണ്. തലയിൽ ഉണ്ടിട്ട് വന്ന് ഒരു കരാർ ഒപ്പിട്ട് പോയി. CPM-നെ കൃത്യമായി ഈ കാര്യങ്ങൾ അറിയിച്ചില്ല എന്നതിൽ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് ദേശീയ നേതാക്കൾ അടക്കം ഉള്ളത്. ശക്തമായ പ്രതിഷേധം ഈ യോഗത്തിൽ ഈ നേതാക്കൾ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയം CPI ജനറൽ സെക്രട്ടറി D. രാജ CPM ജനറൽ സെക്രട്ടറി ബേബിയുമായി സംസാരിക്കുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ MA ബേബി ചെന്നൈയിലാണ് ഉള്ളത്. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ നാളെയോടുകൂടി തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തും. അപ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യുമെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശക്തമായ പ്രതിഷേധം D. രാജയുടെ ഭാഗത്ത് നിന്ന് MA ബേബി അറിയിക്കും. കാരണം ഈ വിഷയങ്ങളിൽ കൃത്യമായ ചർച്ചകൾ അതുപോലെ തന്നെ കൂടിയാലോചനകൾ CPI-യുമായി നടക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ആ വാക്കുകൾ അത് പാഴായിപ്പോയി, ആ വാക്കുകൾ ലംഘിച്ചു എന്ന് തന്നെ CPI ചൂണ്ടിക്കാണിക്കുന്നു. രാവിലെ പ്രകാശ് ബാബുവിന്റെ അടക്കം പ്രതികരണം ഈ വിഷയത്തിൽ നമ്മൾ തേടിയതാണ്. അപ്പോൾ പ്രകാശ് ബാബു ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിൽ ഈ വാക്കുകൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിൽ അപമാനിക്കപ്പെടേണ്ടത് അത് CPM ജനറൽ സെക്രട്ടറി എന്നതാണ് പ്രകാശ് ബാബുവിന്റെ ഒരു പ്രതികരണം ഉണ്ടായത്. എന്തായാലും കടുത്ത അതിർത്തിയിൽ തന്നെയാണ് CPI ദേശീയ നേതൃത്വം ഉള്ളത്. കാരണം ബിനോയ് വിശ്വത്തിന്റെ അടക്കം കത്തുകൾ വലിയ രീതിയിൽ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ മുന്നണി മര്യാദകൾ പൂർണ്ണമായും ലംഘിച്ചു, ഗൂഢാലോചനകൾ അടക്കം ഉണ്ടായെന്ന ബിനോയ് വിശ്വം അടക്കം ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായ നേതാക്കളടക്കം കൃത്യമായി ഈ വിഷയം ദേശീയ നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരം നിലപാടുകൾ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. CPI-ക്ക് ലഭിക്കേണ്ട ബഹുമാനവും അതുപോലെ തന്നെ അംഗീകാരവും ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനം തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിലടക്കം ഉയർന്നു വന്നത്. ശക്തമായ പ്രതിഷേധം അത് ഉയരണം എന്ന് തന്നെ ഈ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ഈ ചർച്ചകൾ നടക്കുകയാണ്. എന്തായാലും 4 മണിയോടുകൂടി D. രാജയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 4 മണിയോടുകൂടി തന്നെയാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് യോഗം അവസാനിക്കുക. എന്തായാലും MA ബേബിയുമായി നേരിട്ട് സംസാരിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ D. രാജ തന്നെ വ്യക്തത വരുത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അമൃത, ശരി, വളരെ നിർണായകമായ പല പ്രതികരണങ്ങളും വരേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും. വളരെ വേഗത്തിൽ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.